നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കോവിഡിനെ വെല്ലുന്ന ഭീകരനായ വൈറസ് എത്തും, ലോകം ഇരുട്ടിലാകും. പ്രവചനവുമായി ബ്രസീലിയൻ ജ്യോതിഷി. ലോകത്തെ പ്രവചനങ്ങൾ കൊണ്ട് ഞെട്ടിച്ച ജ്യോതിഷിയാണ് അഥോസ് സലോമി. ബ്രസീൽ സ്വദേശിയായ സലോമിക്ക് ആധുനിക നോസ്ട്രഡാമസ് എന്നെല്ലാം വിളിപ്പേരുണ്ട്. ലോകകപ്പ് ഫൈനലിൽ അർജന്റീന കിരീടം നേടുമെന്നുള്ള പ്രവചനം വരെ സലോമി നടത്തിയിട്ടുണ്ട്. അതെല്ലാം കൃത്യമായി തന്നെ വന്നിരുന്നു. യുക്രൈൻ യുദ്ധവും കോവിഡ് മഹാമാരിയും എലിസബത്ത് രാജ്ഞിയുടെ മരണവുമെല്ലാം അദ്ദേഹം കൃത്യമായി പ്രവചിച്ചിരുന്നു. അതേസമയം ഇപ്പോൾ അദ്ദേഹം ഈ വർഷത്തെ പ്രവചനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഭൂമിയെ സംബന്ധിച്ച് വലിയൊരു ദുരന്തമാണ് വരാൻ പോകുന്നതെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ഈ വർഷം ലോകത്തെ തന്നെ ഭീകരനായ ഒരു മഹാമാരി എത്തുമെന്നാണ് സലോമിയുടെ പ്രവചനം. 2024 അവസാനത്തോടെയായിരിക്കും അതിന്റെ വരവ്. ഇത് കോവിഡിനേക്കാൾ ഭീകരനായ വൈറസ് ആയിരിക്കും. ദക്ഷിണ ധ്രുവത്തിൽ നിന്നായിരിക്കും ഈ വൈറസ് ഉണ്ടാവുക. കോവിഡിനേക്കാൾ വലിയ ദുരന്തങ്ങൾ ഇവ കാരണം ഭൂമിയിൽ ഉണ്ടാകും. ലോകത്താകെ ഇവ സർവനാശം വരുത്തും. നിരവധി പേർക്ക് ഇത് ദുരന്തം വിതയ്ക്കും. ഈ വൈറസിനെതിരെ മനുഷ്യവംശത്തിന് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാകും. വാക്സിൻ അടക്കം കണ്ടുപിടിക്കാനുള്ള കാലതാമസവും സലോമി പ്രവചിക്കുന്നുണ്ട്. നിരവധി പേർ മരിക്കുകയും അതേപോലെ തന്നെ നരകയാതന അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. കോവിഡ് പോലുള്ള ഈ മഹാമാരി കാരണം മാനസികമായും ശാരീരികമായുമുള്ള പ്രത്യാഘാതങ്ങൾ മനുഷ്യർ നേരിടേണ്ടി വരും. ലോകമാകെ ദുരന്തങ്ങൾ മാത്രം നേരിടുന്ന സമയമായിരിക്കും ഇത്. അതേസമയം ഈ വൈറസിനെ കുറിച്ച് വിശദീകരിക്കാനില്ലെന്ന് സലോമി പറഞ്ഞു. ഏത് രാജ്യത്ത് നിന്നാണ് ഇത് ഉണ്ടാവുകയെന്നതും അദ്ദേഹം പറഞ്ഞു. അതേപോലെ വാക്സിൻ കണ്ടെത്തുന്ന കാര്യത്തെക്കുറിച്ചും പ്രവചനം നടത്തിയിട്ടില്ല. നേരത്തെ ഇറാൻ ഇസ്രായേൽ സംഘർഷവും അഥോസ് സലോമിയുടെ പ്രവചനത്തിലുണ്ടായിരുന്നു. പശ്ചിമേഷ്യ സംഘർഷഭൂമിയാവുമെന്നും സലോമി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇസ്രായേൽ തിരിച്ചടിക്കുമെന്നും സലോമി പ്രവചിച്ചിരുന്നു. അതേസമയം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരേ സമയം മനുഷ്യന് ഉപകാരപ്പെടുകയും അതുപോലെ ദുരന്തമായി മാറുകയും ചെയ്യുമെന്നും സലോമി പ്രവചിക്കുന്നു. ഈ സാങ്കേതിക വിദ്യയ്ക്ക് എല്ലാം തകർക്കുവാനുള്ള കഴിവുണ്ട്. ഭാവിയിൽ ഉണ്ടാവുന്ന ഓരോ മഹാമാരിയും സ്വാഭാവികമായി ഉണ്ടാവുന്നതായിരിക്കില്ല, പകരം AI-യുടെ ലാബുകളിൽ ഉണ്ടാക്കുന്നതായിരിക്കും. ആർട്ടിഫിഷ്യൽ വൈറസുകളെ നിർമ്മിച്ചെടുക്കാൻ ഇതിലൂടെ സാധ്യതയുണ്ട്. പുതിയ വൈറസുകളിലൂടെ രോഗം പടരാനും അതുപോലെ രോഗത്തെ ഇല്ലാതാക്കാനും AI വൈറസുകളെ ഉപയോഗിക്കും. ഇതെല്ലാം ശുഭകരമായ കാര്യങ്ങളല്ലെന്നും സലോമി പറഞ്ഞു.